ബസിലെ ലൈംഗിക അതിക്രമാരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ കേസിൽ നിർണായക CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. ബസിലെ CCTV ദൃശ്യത്തിൽ അതിക്രമത്തിന്റെ തെളിവൊന്നും ഇല്ല. ദൃശ്യത്തിലേക്ക്. ബസ്സിൽ ആരും ഒരു പരാതിയും പറഞ്ഞിരുന്നില്ലെന്ന് ജീവനക്കാർ പറയുന്നു. പയ്യന്നൂർ റെയിൽവേ സ്റ്റോപ്പിൽ നിന്ന് നിരവധി പേർ ബസ്സിൽ കയറിയതിനാൽ ബസ്സിൽ നല്ല തിരക്കായിരുന്നുവെന്നും ജീവനക്കാർ പറയുന്നു. എല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ നമ്മൾ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലാണ് രണ്ടാമത്തെ ദിവസമാണ് ഇത് അറിയുന്ന കാര്യമായിട്ട്. പിന്നെ പറഞ്ഞാൽ നമ്മളെ മുതലാളിയാണ് നമ്മൾ ആദ്യം വിളിച്ച് പറയുന്നത് വണ്ടിയിലെന്തെങ്കിലും ഇഷ്യൂ ആയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് മുതലാളിയാണെന്ന് നമ്മളോട് ചോദിക്കണം. പിന്നെ നമുക്ക് അവർ പരാതി തരുമോ, നമ്മളെ വണ്ടിയിൽ ഒന്നും അങ്ങനെ സംഭവങ്ങളില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അവരൊരു ഒന്നും പറയുമോ, അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട് എന്ന് പറയുമോ നമ്മൾ ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പം CCTVയിൽ കാണാൻ ചാൻസ് കുറവാണ്. എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള അങ്ങനെ ഇങ്ങോട്ടും ബാക്കിൽ അങ്ങനെ ഇങ്ങോട്ടുള്ള തടസ്സമായില്ലേ, ആ ഒരു ഇതുകൊണ്ട് CCTVയിൽ കാണാൻ വ്യക്തത കുറവായിരിക്കാൻ ചാൻസ്. കോഴിക്കോട് സ്വദേശി ഷിംജിത ഒളിവിലെന്നാണ് സൂചന. ഷിംജിതയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. അന്വേഷണ സംഘം സൈബർ സെല്ലിന്റെ സഹായം തേടിയിട്ടുണ്ട്. ആർക്കും ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകരുതെന്ന് ദീപകിന്റെ മാതാപിതാക്കൾ ആവർത്തിച്ചു. കണ്ടെത്താൻ വരെ അത് വേണം. അതിന് നല്ല ശിക്ഷ വാങ്ങി കൊടുക്കണം. അതിനെല്ലാവരും കുറച്ച് ബ്ലാക്കണം. അതിനെ ശിക്ഷിക്കണം. അങ്ങനെ എൻ്റെ മോനെ ഇതാക്കി കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ ഞങ്ങളെ ജീവിതം വയ്യാലാക്കി. എൻ്റെ മോൻ വളരെ പാവായിപ്പോയി. എൻ്റെ മോൻ വളരെ പാവായിപ്പോയി. അതാണ് ഇതൊക്കെ ചെയ്തത്. എൻ്റെ കുട്ടി ഒരു വാക്ക് എന്നോട് പോലും എൻ്റെ കുട്ടി പറഞ്ഞില്ലല്ലോ. എന്നെ പറഞ്ഞാൽ ഞാൻ ഒറ്റക്ക് കിടത്താൻ എൻ്റെ കുട്ടീനെ വിടൂലേ. അവനെന്തോ പേടിച്ചു പോയി. അത്രയും പാവമാണ് എൻ്റെ കുട്ടി. ഇന്ന് വരയ്ക്ക് ഒരു പെണ്ണിനോട് ഒരാളോട് ഒരു മുഖം കറുപ്പിച്ച് ചീത്തത്തരത്തിലൊരു വർത്താനം എൻ്റെ കുട്ടി പറഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി നിഖിൽ അളവൂരും ബെൻസൻ ബാബുവും ചേരുകയാണ്. ആദ്യം നിഖിലിലേക്കാണ്. നിഖിൽ, എത്ര ആവർത്തി കേട്ടാലും ഈ അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾ അത് നമുക്കൊക്കെ സങ്കടം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ വരുന്ന ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിലും പ്രത്യേകിച്ച് അങ്ങനെ അയാൾക്കെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും അതിലെവിടെയുമില്ല. ആ ജീവനക്കാരടക്കം പറയുന്നു ബസ്സിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നുവെന്ന്. അതായത് ആ മരണത്തിലേക്ക് പോയ കാര്യങ്ങൾ ആ ദിവസം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും നടക്കാതെ അങ്ങനെ ഒരു മരണമുണ്ടായിരിക്കുന്നു. അതിന് തെളിവായി ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ ഓരോന്നും വരികയാണ്. നിഖിൽ, പറയൂ, എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സംഗീത, ഏതായാലും ഈ സംഭവം നടന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ദീപക്കിനെതിരെ ഷിംജിത ആരോപണം ഉന്നയിക്കുകയും ചെയ്ത ആ ദിവസം ഈ പയ്യന്നൂരിലെ ബസ്സിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുൻപ് കേട്ടത്. ആ പ്രതികരണത്തിൽ അവർ കൃത്യമായി പറയുന്നു, ഈ ബസ്സിനകത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ആ ദിവസം ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ബസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പരാതിയായി തങ്ങളുടെ മുന്നിൽ എത്തേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പറയേണ്ടതാണ്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും അടുത്ത നടപടി എന്ന നിലയിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ ഇക്കാര്യം തങ്ങൾ അറിയിക്കുമായിരുന്നു. അങ്ങനെ ഒരു പരാതിയും ഈ ബസ്സിനകത്ത് നിന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഉറപ്പിച്ച് പറയുന്നു ബസ് ജീവനക്കാർ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കാര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള സംസാരം നടക്കുമ്പോൾ അതിലൊന്ന് പറയുന്നത് ഈ വലിയ തിരക്കിനിടയിൽ ഒരുപക്ഷെ അറിയാതെ തട്ടുകയോ മുട്ടുകയോ ചെയ്തതൊക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ പല ചർച്ചകളിലും വരുന്നുണ്ട്. അപ്പോൾ ആ ബസ്സിനകത്തെ തിരക്ക് എത്രത്തോളമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ആ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചത്. വലിയ തിരക്ക് ആ ബസ്സിനകത്തുണ്ടായിരുന്നു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ആളുകളെല്ലാം തന്നെ ആ ബസ്സിലേക്ക് കയറുന്നത്. ആദ്യം ആ ബസ് അവിടെ എത്തുമ്പോൾ, അത് രാമന്തളിയിൽ നിന്ന് വരുന്ന ബസ്സാണ്, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തേക്ക് ആ ബസ് എത്തുന്ന സമയത്ത് സീറ്റുകളിൽ പോലും പൂർണ്ണമായും ഇരിക്കാൻ ആളുകളില്ലാത്ത അവസ്ഥയിലാണ് ആ ബസ് അവിടേക്ക് എത്തുന്നത്. പക്ഷേ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ബസ് നിർത്തിയിടുന്നു. പിന്നീട് ഒരു 5 മിനിറ്റോളം സമയം കൊണ്ട് ആ ബസ്സിൽ നിറയെ ആളുകൾ വന്ന് കയറുന്നത്
എന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ലഭ്യമായിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ തിരക്ക് ബസ്സിലുണ്ടായിരുന്നു. ഷിംജിത ബസ്സിലേക്ക് വന്ന് കയറുന്നു. പിന്നീട് ഏകദേശം 1-1.5 മിനിറ്റിന് ശേഷം ആ ബസ് അവിടെ നിന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താണ് ദീപക് ആ ബസ്സിലേക്ക് വന്ന് കയറുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ. അങ്ങനെ വലിയ തിരക്കിനിടയിലേക്ക് അദ്ദേഹം കയറി വരുന്നു എന്നത് മാത്രമാണ് അതിലുള്ളത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ആ ബസ്സിനകത്ത് നടന്നതായി ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നില്ല. നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല, ഈ ബസ് ജീവനക്കാർ പറയുന്നതും വളരെ നിർണായകമാണ്. ഈ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള യാത്രക്കിടയിൽ ബസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായതായി ആരും പരാതി പറഞ്ഞിട്ടില്ല എന്ന് ബസ്സിലെ കണ്ടക്ടർ ഉറപ്പിച്ച് പറയുകയാണ്. നിന്നും ബൈറ്റുകളിൽ നിന്നും വ്യക്തമായി വരുന്ന കാര്യമാണ്. ഇതിന്റെ അന്വേഷണം വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ബെൻസൺ, ഇതിന്റെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്? സൈബർ സെല്ലിന്റെ സഹായമൊക്കെ തേടുന്നുണ്ടെന്ന് കേട്ടു. മാത്രമല്ല, ഷിംജിത ഒളിവിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. എന്താണ് ബെൻസൺ അന്വേഷണവുമായി സംബന്ധിച്ച അപ്ഡേഷൻസ് ഉള്ളത്? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന കേസ് അത് അസ്വാഭാവിക മരണത്തിനുള്ള കേസായിരുന്നു. അത് ഇത്തരത്തിൽ സ്വയം മരിക്കുന്ന ആളുകൾ മരിക്കുമ്പോൾ അത് സ്വാഭാവികമായി അസ്വാഭാവിക മരണത്തിനാണ് കേസെടുക്കുക. ആ കേസിലായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം ഉണ്ടായിരുന്നത്. എന്നാൽ അത് പോരാ, ഈ കൊലപാതക കുറ്റം തന്നെ ചുമത്തിക്കൊണ്ട് കേസെടുക്കണം എന്നതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. അതിൻ പ്രകാരം ഇന്നലെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണറെ നേരിൽ കാണുകയും പരാതി നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേസ് കൈമാറുകയും മെഡിക്കൽ കോളേജ് ACP അന്വേഷണ ചുമതല നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ യുവതിയുടെ വീട്ടിലെത്തി അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോഴും ആ യുവതി ഇത്തരത്തിൽ തന്നെ ലൈംഗികമായി ആക്ഷേപിക്കാൻ ഈ ബസ്സിൽ വെച്ച് ശ്രമിച്ചു എന്നത് തന്നെയായിരുന്നു ആ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ വീട്ടുകാരുടെയും, അതായത് ഈ ദീപകിന്റെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം ഈ പെൺകുട്ടിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി മൊഴിയെടുപ്പിന് ശേഷം ഇവർ ഒളിവിൽ പോയിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇയാളുടെ ഈ സ്ത്രീയുടെ മൊബൈൽ ഫോൺ തന്നെയാണ്. ആ മൊബൈൽ ഫോണിലാണ് അവർ ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. ആ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ പൂർണ്ണമായും തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ദൃശ്യങ്ങളിൽ പോലീസിന് ചെറിയ സംശയമുണ്ട്. ഏതെങ്കിലും തരത്തിൽ എഡിറ്റ് ചെയ്യപ്പെട്ട ദൃശ്യങ്ങളാണോ പ്രചരിക്കപ്പെട്ടത് എന്ന ഒരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ ഈ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ, നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, കണ്ണൂരിൽ ഈ സംഭവം നടന്ന ബസ്സിലെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടു. അതിൽ അത്തരത്തിൽ ഇത്തരത്തിലൊരു കൃത്യം നടന്നു എന്ന് തെളിയിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള തെളിവുകളും ആ CCTV ദൃശ്യങ്ങളിലില്ല. അതോടൊപ്പം തന്നെ ഈ ബസ്സിലെ ബസ് ജീവനക്കാരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ആ ബസ്സിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന പരമാവധി യാത്രക്കാരെ ആരൊക്കെയാണെന്ന് തിരിച്ചറിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെയും മൊഴിയെടുക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യുവതിയെ ഇനി കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. കണ്ടെത്തി ഈ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുക്കുക, തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. സംഗീത. ശരി ബെൻസൺ.